വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരെ, സാഹിതിയുടെ ഒരു നിശബ്ദ സഹയാത്രികയായിരുന്ന എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് ഏറെ സ്നേഹത്തോടെ ഉണ്ണീഷ്ണൻ സാറിനും ഇവിടെ സാഹിതിയുടെ മറ്റ് ഭാരവാഹികൾക്കും ഏറെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ വർഷത്തെ വനിതാ ദിനത്തിൽ ഈ പ്രസംഗങ്ങൾ തുടങ്ങുന്നത് ഇന്ന് മുതൽ. അപ്പോൾ ഒരുപാട് പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വായനകൾ, ഒരുപാട് യാത്രകൾ, ഒരുപാട് എഴുത്തുകാരോടുള്ള പരിചയം, അങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് വനിതാ ദിനത്തിൽ വളരെ തിരക്കുള്ള ഒരാഴ്ച ആ പരീക്ഷാകാലത്തിനോടൊപ്പം തന്നെ നമ്മൾ പോകുന്ന കുറച്ച് ദിവസങ്ങളാണിത്. അപ്പോൾ ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്ത് തന്നെ വളരെ പുതുമയുള്ള, അല്ലെങ്കിൽ പുതുമയുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴും പറയപ്പെടുന്ന തന്നെയാണെങ്കിൽ പോലും ഏത് രീതിയിലും നോക്കിക്കാണാവുന്ന, ഏത് രീതിയിലും നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു പുതുമയുള്ള ഒരു വിഷയം തന്നെയാണ് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ള, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച് വന്ന കുറേ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞു. അതാണ് ഇപ്പോൾ വളരെ വിചിത്രമായത്. അതൊരു പൊതുവായി പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയാവതരണമാണെങ്കിലും പറയേണ്ട കാര്യങ്ങളാണെങ്കിലും സരസ്വതി ടീച്ചറും സുധീര മാഡവും പറഞ്ഞു കഴിഞ്ഞു. അപ്പം എനിക്ക് കുറച്ച് പറയാനുള്ളത് സ്ത്രീയുടെ നിശബ്ദത എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, ശബ്ദം, നിശബ്ദം, ഈ രണ്ട് ധാരകൾ, വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ധാരകൾ. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷാധിപത്യ പ്രവണതയിൽ നിന്നുകൊണ്ട് സ്ത്രീയെ ഒരു രണ്ടാം ലിംഗ പദവിയായിട്ട് കാണുമ്പോൾ ഈ നിശബ്ദയാക്കപ്പെടേണ്ടവളാണ് എന്ന സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ ഒതുങ്ങുകയാണ്. നിശബ്ദയാക്കപ്പെടേണ്ടവളാണ് എന്ന സങ്കല്പത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടി വന്നു. കാലങ്ങളായി ഒതുങ്ങി നിൽക്കേണ്ടി വന്നു. അത് കുടുംബത്തിനകത്താണെങ്കിലും സമൂഹത്തിലെ പല പൊതു ഇടങ്ങളിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും ഇനി ആത്മീയ വിഷയങ്ങളാണെങ്കിൽ പോലും ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരുപാട് തലങ്ങളുണ്ട് സ്പിരിച്വാലിറ്റിക്ക്. അതിൽ പോലും സ്ത്രീ നിശബ്ദയാക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഏത് തലത്തിൽ ചിന്തിക്കുമ്പോഴും സർഗാത്മകതയുടെ കാര്യത്തിലാണെങ്കിലും ആവിഷ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ ഈ ആത്മീയതയുടെ കാര്യത്തിലാണെങ്കിലും ഒട്ടും പുറകിലല്ല, അല്ലെങ്കിൽ രണ്ടാം നിലയിലല്ല സ്ത്രീ നിൽക്കുന്നത്. ഒന്നുകിൽ തുല്യമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് മുകളിലോ ആണ് നിൽക്കുന്നത്. പുരുഷന് സാധ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആനന്ദങ്ങളുടെയും, എഴുത്തിലൂടെയുള്ള ആനന്ദമാണെങ്കിലും കലയിലൂടെയുള്ള ആനന്ദമാണെങ്കിലും, അത് കലയുടെ ഏത് വ്യത്യസ്ത ധാരകളിലുള്ള ആനന്ദമാണെങ്കിലും, ഇപ്പൊ കല എന്ന് പറയുന്ന ഒരു പൊതു ഇടത്ത് ഒരുപാടുണ്ട്. ചിത്രങ്ങളാണെങ്കിലും സംഗീതമാണെങ്കിലും നൃത്തമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും സ്ത്രീക്കും ഒന്നുകിൽ തുല്യമോ അല്ലെങ്കിൽ അതിൽ കൂടുതലുമായിട്ടുള്ള ആനന്ദത്തിനുള്ള ഇടങ്ങളുണ്ട്. അങ്ങനെ നേടിയ സ്ത്രീകളുണ്ട്. പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, സ്പിരിച്വാലിറ്റി ഞാൻ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ എഴുത്ത്, സർഗപരത, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിവയുടെ അതേ ആനന്ദത്തിന്റെ തോത് തന്നെയാണ് ആത്മീയമായ വിഷയങ്ങളിലും സ്ത്രീകൾ ഇടപെടുകയും സംസാരിക്കുകയും ധ്യാനിക്കുകയും ഈശ്വരനോടുള്ള സംവാദം ഉണ്ടാവുകയും പ്രാർത്ഥനാ ഗീതങ്ങൾ എഴുതുകയും പ്രാർത്ഥനയിൽ മുഴുകുകയൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അത് കേവലം കിളവികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അത് കേവലം വാർദ്ധക്യത്തിലെത്തിയ സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അത് ഈശ്വരനെ അറിയാനുള്ള, അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് എത്തിച്ചേരാനുള്ള അവസരം എപ്പോഴാണ് ഒരു സ്ത്രീക്ക് ലഭിക്കുന്നത്, അപ്പോൾ മുതൽ അവളുടെ കൂടെ ആ ആനന്ദത്തിന്റെ കണിക എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ അതിന്റെ പാരമ്പര്യത്തിന്റെ പേരുകൾ തേടി പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യ കാലം തന്നെ നമുക്ക് ഒരുപാട് തെളിവുകൾ നമുക്കുണ്ട്. ആഴ്വാന്മാരുടെ കാലം മുതലേ അതിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ശൈവഭക്തിപരമായിട്ടുള്ള കാവ്യങ്ങൾ എഴുതുകയും ശൈവഭക്തിയിൽ ലയിച്ചുകൊണ്ട് തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്ത ഒരുപാട് ഭക്തകളായിട്ടുള്ള സ്ത്രീകളുണ്ട്. നമുക്ക് അതിശയം തോന്നും, എങ്ങനെയാണ് സാധിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ആനന്ദം എന്ന് പറയുന്നത് ഇത് മാത്രമാണെന്നും കേവല ഭൗതികത എന്ന് പറയുന്നത് വളരെ കേവലമായ ഒന്നാണെന്നും അത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണെന്നും യഥാർത്ഥ ആനന്ദം ആത്മീയതയിൽ മാത്രമാണെന്നും വിശ്വസിച്ചുകൊണ്ട് ശിവനെയോ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ള ദേവനെയോ വിഷ്ണുവിനെയൊക്കെ സ്തുതിച്ചുകൊണ്ട് തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്ക് അലയുകയാണ് സ്ത്രീകൾ. അപ്പോൾ നമ്മൾ കെട്ടി നിർത്തപ്പെട്ടിരിക്കുന്ന കുടുംബ വ്യവസ്ഥയ്ക്കകത്ത് നമ്മൾ ശബ്ദിക്കണോ നിശബ്ദയാകണോ എന്നൊക്കെ സ്ത്രീ തന്നെയാണ് തീരുമാനിക്കുന്നത്.
നമുക്ക് ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അനുസരിക്കണോ, നമ്മൾ നിശബ്ദയാകണോ, നമ്മൾ ഈ 4 ചുവരുകൾക്ക് അകത്ത് നിൽക്കണോ, അതോ നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് പുറത്തു പോകണോ, അതോ ഇതിനുള്ളിൽ കലഹിക്കണോ എന്നൊക്കെ സ്ത്രീകളുടെ അനുഭവങ്ങളാണ് തെളിയിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ അനുഭവങ്ങളാണ് നിർണ്ണയിക്കുന്നത്. ഇവിടെ നിന്നാണ് തീരുമാനങ്ങൾ പുറത്തേക്ക് പോകണോ, അത് ഇതിനകത്ത് നിൽക്കണോ, ഇത് ബ്രേക്ക് ചെയ്ത് പോകണോ, അത് ഇത് എതിർത്തുകൊണ്ട് തന്നെ പുറത്തു പോകണോ എന്നുള്ളതൊക്കെ സ്ത്രീകൾ തീരുമാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടം എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത്. ഈ ചരിത്രപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നും ഈ ഒരു യന്ത്രയുഗത്തിൽ അല്ലെങ്കിൽ പുതുയുഗത്തിലും സ്ത്രീകൾ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടും ഒരുപാട് സ്ത്രീകൾ സ്വന്തം വേദനകൾ ആരോടും പറയാൻ കഴിയാതെ കുടുംബത്തിനകത്ത് ഒരു 4 ചുമരുകൾക്കകത്ത് രാത്രിയിൽ കരഞ്ഞുകൊണ്ടോ തേങ്ങിക്കൊണ്ടോ ആരും അറിയാതെയോ ഒക്കെ എഴുതിയോ വായിച്ചോ ഒക്കെ തള്ളി നീക്കുമ്പോൾ ഇന്നും നമുക്ക് വിസ്മയം തോന്നുന്ന ഒരുപാട് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇന്ന് മലയാള മനോരമ പേപ്പറിന്റെ അവസാനത്തെ പേജിൽ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയുടെ താഴെ നഴ്സുമാരുടെ സമരം നടക്കുന്നതിനെ കുറിച്ചൊരു വാർത്ത ഉണ്ട്. അപ്പോൾ നഴ്സുമാരുടെ സമരം നടക്കുകയാണ്, കുറച്ച് ദിവസങ്ങളായിട്ട് സമരം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്നത്തെ പേപ്പറിന്റെ ലാസ്റ്റ് പേജിൽ ഒരു ഫോട്ടോയുടെ താഴെ ഒരു അടിക്കുറിപ്പുണ്ട്. അതിലൊരു നഴ്സ് തന്നെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടും ന്യായമായ ശമ്പളം ലഭിക്കുന്നതിന് ഒരു കൂട്ടം നഴ്സുമാർ സമരം ചെയ്യുന്നതിനിടയിൽ കൈക്കുഞ്ഞുമായിട്ട് ഒരു നഴ്സ് വന്നതായിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ കണ്ടു. അത് അതിനുമായി ബന്ധപ്പെട്ടൊന്നും വന്നിട്ടുള്ളതല്ല. ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ കുഞ്ഞുമായിട്ട് ആ ഒരു സമരവേദിയിൽ വന്നതായിട്ടൊരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം, ഇന്നും കുട്ടികളെ നോക്കുക, കുട്ടികളെ ശുശ്രൂഷിക്കുക, അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യുക, ഇതെല്ലാം ഇന്നും ഒരു മാറ്റവും ഇല്ലാത്ത സ്ത്രീകളുടെ തലയ്ക്കകത്ത് നിൽക്കുന്നുണ്ടല്ലോ എന്നാണ് അവർക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവുക. ഇപ്പോഴത്തെ തലമുറയൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടി തുല്യമായിട്ട് ഉത്തരവാദിത്തങ്ങൾ വിഭജനം ചെയ്ത് ഇന്ന് നീ നോക്കുകയാണെങ്കിൽ ഇന്ന് നാളെ ഞാൻ ലീവ് എടുക്കാമെന്ന രീതിയിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ വളരെ ചുരുക്കം ചില ഇടങ്ങളിൽ അല്ലെങ്കിൽ ചുരുക്കം ചില വീടുകളിൽ അത് സംഭവിക്കുന്നു. അല്ലാതെ ഒരു യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ പാരമ്പര്യത്തെ തുടരുന്ന ഒരു കുടുംബത്തിലോ അവർ അതിൽ അഭിമാനിക്കുന്നുണ്ട്. പക്ഷെ അത് അവർ വിഡിത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ കാര്യം. ഇന്നും സ്ത്രീകൾക്ക് ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനോ തൻ്റെതായ ഇടം കണ്ടെത്താനോ തൻ്റെതായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനോ പോലും സാധിക്കുന്നില്ല എന്നുള്ള. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഝാൻസി റാണി അടക്കമുള്ള വീരവനിതകൾ കുട്ടികളെ തോളിലെടുത്തുകൊണ്ട് യുദ്ധം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കറിയാം. യുദ്ധത്തിൽ പോകുമ്പോൾ പോലും കുട്ടികളുടെ പരിചരണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ചുമതലയിലാണ് ഇരിക്കുന്നത്. അതിന് നമ്മൾ വളരെ ഭംഗിയായിട്ട് അമ്മ എന്നോ മാതൃത്വം എന്നോ വാത്സല്യം എന്നോ കുറെ വാക്കുകളിൽ നമ്മളെങ്ങോട്ട് കെട്ടി അല്ലെങ്കിൽ ചങ്ങല പോലെ ഒരു കൊളുത്തിട്ടത് കൊണ്ട് നമുക്ക് നിവൃത്തിയില്ലാതെ വരുന്നു എന്നതാണ് സത്യം. പക്ഷേ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടും എത്രയോ സ്ത്രീകൾ, അത് ഉത്തരവാദിത്വം ഒളിച്ചോടലല്ല, പക്ഷേ ഇത് തുല്യമായി വിതരണം ചെയ്യേണ്ടതാണ് എന്ന് കുടുംബത്തിനകത്തും സാഹിത്യത്തിലാണെങ്കിലും ഇപ്പൊ പുതു എഴുത്തുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു വിതരണം, ഈ ഉത്തരവാദിത്തത്തിന്റെ വിതരണം എന്ന് പറയുന്നത് തുല്യമായിട്ട് പോകുന്ന പൊതുപ്രവണതകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ അക്ഷരവിദ്യ അറിയുന്നതിൽ പോലും സ്ത്രീ പുരുഷ വിവേചനം പണ്ടുകാലം മുതലുണ്ട്. സാഹിത്യം ആനന്ദിക്കാനുള്ള ഇടമാണ്, ആവിഷ്കരിക്കും. വേദനമുണ്ട്, അനുഭവ വേദനയാണ്. വേദനിക്കുന്ന ഇടങ്ങളിലൂടെ കടന്ന് ചെന്നിട്ടാണ് ആവിഷ്കാരം എന്ന് പറയുന്ന ആനന്ദത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അത് വായിക്കുമ്പോഴും ആനന്ദമുണ്ട്. ഈ ആനന്ദത്തിന്റെ അവകാശം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യമാണ്. ആവിഷ്കാരവും തുല്യം തന്നെയാണ്. അതായത് ആവിഷ്കരിക്കുമ്പോഴുള്ള സർഗാത്മകതയിൽ ഒരു വിവേചനവും ഇല്ല. നമ്മൾ വെറുതെ സങ്കല്പിച്ചു വെച്ചിരിക്കുകയാണ് പുരുഷൻ എഴുതുന്നത് എന്തോ വലിയ കേമം ഉള്ള ഒരു കാര്യവും എന്നാൽ സ്ത്രീ എഴുതുന്നത് രണ്ടാംകിട സാഹിത്യവുമാണ് അല്ലെങ്കിൽ രണ്ടാംകിട എഴുത്തുമാണ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് വാസ്തവത്തിൽ സർഗാത്മകതയാണെങ്കിലും കലയാണെങ്കിലും നമ്മൾ വിവേചിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ വിവേചനത്തിന്റെ മാറ്റമാണ് നമ്മൾ ഇപ്പൊ ഉദാഹരണങ്ങൾ കേട്ട മാധവിക്കുട്ടി ആണെങ്കിലും, ഇപ്പൊ മാധവിക്കുട്ടിക്ക് ഇപ്പൊ എത്രയോ മുമ്പ് ഇപ്പൊ രാജലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് രാജലക്ഷ്മി. ഒരു വഴിയും കുറെ നീളുകളും എന്ന 1959 മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്തിട്ടുള്ള ഒരു നോവൽ, 1960 സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആ നോവൽ. 60കളിൽ ഒരു സ്ത്രീയുടെ മനസ്സിനകത്ത് എന്ത് നടക്കുന്നു, എംടിക്കൊക്കെ എത്രയോ മുമ്പ് തന്നെ സ്ത്രീയുടെ മനസ്സിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് വരച്ചിട്ട രാജലക്ഷ്മിയുടെ നോവൽ ഒരിക്കലും നമുക്ക് സാഹിത്യ ചരിത്രം പരിശോധിക്കുമ്പോൾ അവഗണിക്കാൻ കഴിയില്ല. പക്ഷെ അവർ നിശബ്ദയാക്കപ്പെട്ടത് ഒരു പോരാട്ട വീര്യം. ഈ എഴുത്ത് എന്ന് പറയുന്ന ഒരു പോരാട്ടമാണ്. സർഗാത്മകത എപ്പോഴും ഒരു പോരാട്ടമാണ്.
പുരുഷന് അവനവന്റെ ഉള്ളിലുള്ളതോ ചുറ്റുമുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളോട് മാത്രമേ പോരാട്ടം ആവശ്യമുള്ളൂ. പക്ഷെ സ്ത്രീക്ക് അത് മാത്രമല്ല പോരാട്ടം, അവളുടെ ഉത്തരവാദിത്തങ്ങളോട് പോരാട്ടമുണ്ട്, അപവാദങ്ങളോട് പോരാട്ടമുണ്ട്. ഇത് എഴുതിയാൽ എന്നെക്കുറിച്ച് എന്ത് തോന്നും എന്ന് പറയുന്ന വലിയ ഒരു ജനപ്രിയ സാഹിത്യമാകുന്നതിന് തൊട്ട് മുൻപ് ഉള്ള വലിയൊരു കടമ്പ അവളെ കാത്തിരിക്കുന്നുണ്ട്. ഇത് എഴുതിയാൽ സമൂഹം എന്നെ എങ്ങനെ കരുതുന്നു? ഈ കരുതലിനെ ഒട്ടും വകവയ്ക്കാതെ എഴുതിയത് കൊണ്ടാണ് മാധവിക്കുട്ടി ശ്രദ്ധേയായത്. കാരണം അവര് അതിനെക്കുറിച്ച് ഒട്ടും ബോധവടായിരുന്നില്ല. അവര് ആർക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല, ഞാൻ എഴുതുമെന്ന്. ഈ ധൈര്യം എന്ന് പറയുന്നത് രാജലക്ഷ്മിക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് ആർക്ക് എന്ത് തോന്നിയാലും വേണ്ടില്ല, ഞാൻ എഴുതും എന്ന് പറയുന്ന ധൈര്യം. ഇത് മരണത്തോടുള്ള ഒരു പോരാട്ടമാണ്. ഇതും മരണവും പോരാടുമ്പോഴാണ് ചിലപ്പോൾ പരാജയപ്പെട്ടു പോകുന്നത്. 1959 NV കൃഷ്ണവാര്യർ മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന സമയത്താണ് ഒരു വഴിയും പുഴയും എന്നുള്ള നോവലിന്റെ കയ്യെഴുത്ത് പ്രതി രാജലക്ഷ്മി കൊണ്ടുപോകുന്നത്. മാതൃഭൂമിയിൽ അത് പ്രസിദ്ധീകരിച്ചാൽ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അതിന് മുമ്പ് മകൾ വന്നു കഴിഞ്ഞു. മകൾ എന്ന് പറയുന്ന വളരെ മനോഹരമായ കഥ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് രാജലക്ഷ്മി പെട്ടെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. NV അതിനെക്കുറിച്ച് എഴുതിയത് വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഞാനത് വായിച്ചത്. രാജലക്ഷ്മി എന്ന് പറയുന്ന ഒരു പുതിയ എഴുത്തുകാരി മലയാള സാഹിത്യത്തിൽ ഉദിച്ചു വരുന്നതായി എനിക്ക് തോന്നി. നമ്മുടെ സാഹിത്യത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന ഒരു എഴുത്തുകാരിയായി എനിക്ക് തോന്നി. അങ്ങകലെ ഒരു വാനശാസ്ത്രജ്ഞന് ആകാശത്തേക്ക് നോക്കുമ്പോൾ അങ്ങകലെ ഒരു വലിയ നക്ഷത്രം, തൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ തെളിയാൻ പോകുന്ന ഒരു വലിയ നക്ഷത്രം കാണുമ്പോൾ ഒരു വാന നിരീക്ഷകനുണ്ടാകുന്ന സന്തോഷം എത്രയാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി എന്നാണ് പറയുന്നത്. അതുപോലെ സാഹിത്യ നഭവ മനസ്സിലേക്ക് ആ വലിയ അധികാരത്തോടു കൂടി ഒരു പ്രകാശം കടന്നു വരുന്ന എനിക്ക് തോന്നിയാണ് രാജലക്ഷ്മിയെ കുറിച്ച് ഉള്ള സ്മരണയിൽ NV കൃഷ്ണവാര്യർ പറയുന്നത്. തീർച്ചയായും അത് സത്യവുമായിരുന്നു. കാരണം 1959 സീരിയലൈസ് ചെയ്യുന്ന സമയത്ത് ഈ നോവൽ വായിക്കാൻ മാത്രം മാതൃഭൂമി വാങ്ങിയവരുണ്ട്. MV ദേവന്റെ ഇല്ലുസ്ട്രേഷനായിട്ടാണ് അത് വന്നത്. വളരെ സൂക്ഷ്മമായിട്ട് ഒരു സ്ത്രീയുടെ മനസ്സിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് പുറത്ത് കാണുകയാണ്. ഓരോ ലക്കവും കാത്തിരുന്ന് വായനക്കാർ അത് നോക്കുമ്പോൾ രാജലക്ഷ്മി എന്ന് പറയുന്ന എഴുത്തുകാരിക്ക് പിന്നീട് മലയാള സാഹിത്യത്തിൽ അനിഷേധ്യമായ സ്ഥാനമാണ് ഉണ്ടാകുന്നത്. ഒരു രമണി എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നോക്കുമ്പോൾ ഇന്നും രമണി എന്ന് പറയുന്ന കഥാപാത്രം ഉൾപ്പെട്ട നോവല് പൈങ്കിളി എന്ന് പറയുന്നവരുണ്ട് കേട്ടോ. ഈ പൈങ്കിളി നോവലൊക്കെ എന്തിനാണ് വായിക്കുന്നത് എന്നോട് എന്തോരം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഏതാണ്ട് ഒരു 12-13 വയസ്സിൽ വായിച്ചതാണ് ആ നോവൽ. പക്ഷെ ഇപ്പോഴും അത് എടുത്ത് വായിക്കുമ്പോൾ ഓരോ വരിയും നമ്മെ കൊണ്ടുപോകുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. സാഹിത്യം പൊതുവെ നമുക്ക് മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കെട്ടുപാടുകളിൽ നിന്നുള്ള മോചനമാണ്. നമ്മൾ പുസ്തകം എടുത്ത് വായിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചു നേരത്തേക്കെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും നമ്മുടെ സങ്കടങ്ങളാണെങ്കിലും അതിനെ മോചിപ്പിക്കപ്പെട്ട് നമ്മളൊരു സ്വതന്ത്ര ലോകത്തേക്ക് വിഹരിക്കാനായിട്ട് സാഹിത്യത്തിന് കഴിയുന്നുണ്ട്. പിന്നീടാണ് നമ്മൾ അത് എഴുതുമ്പോൾ, ഞാൻ നോവലിനെ കുറിച്ചോ നമ്മൾ വായിച്ച പുസ്തകത്തെ കുറിച്ചോ എഴുതുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവിടെ കടന്നത്. ചിലത് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടില്ല. ഇപ്പൊ റാം കെയർ ഓഫ് ആനന്ദി പോലുള്ള നോവലുകളൊക്കെ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ അതിലെ കഥാപാത്രത്തെ നമ്മൾ നോക്കുമ്പോൾ ഈ കഥാപാത്രത്തെ പറ്റി പുതുമയുള്ളതായിട്ടൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. മുമ്പേ വളരെ നിശബ്ദയായിട്ടുള്ള ഒരു കഥാപാത്രം പെട്ടെന്ന് ശബ്ദിക്കുക എന്ന രീതിയിലൊക്കെ ഇവിടെ വീണ്ടും വീണ്ടും എത്രയോ അതിന്റെ ഛായയുള്ള കഥാപാത്രങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. ഒരു ബൂസ്റ്റപ്പ് ആണോ അല്ലെങ്കിൽ ഒരു പ്രചാരം മാത്രമാണോ ഇവിടെ പുതിയ എഴുത്തുകാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ ആലോചിക്കേണ്ട ഒന്നാണ്. ഇപ്പൊ രമണിയെ മറന്നുകൊണ്ട്, രമണി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ മറന്നുകൊണ്ട് ഒരിക്കലും നമുക്കൊരു വനിതാ ദിനം അവസാനിപ്പിക്കാൻ കഴിയില്ല. ഒരു വായനയുടെ ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടും നമുക്ക് യാതൊരു നിവൃത്തിയില്ല. കാരണം രമണി എന്ന് പറയുന്ന കഥാപാത്രമാണ് ആദ്യമായിട്ട് മലയാള സാഹിത്യ ചരിത്രം മുഴുവൻ നോക്കുമ്പോൾ നിശബ്ദയായി ഉള്ളിൽ ഏറ്റുവാങ്ങുന്ന തൻ്റെ അനുഭവങ്ങളെ മുഴുവനും വളരെ തീവ്രമായിട്ട് ഒരു വേദനയിൽ ഒതുക്കാതെ സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നു. ഒരു വഴി കുറെ നിഴലുകൾ. അപ്പൊ ഒരു വഴി അത് രമണി തന്നെയാണ്. അവളുടെ വഴിയിൽ വരുന്ന കുറെ നിഴലുകളെ മനോഹരമായിട്ട് അവിടെ ആവിഷ്കരിച്ച് വെച്ചിട്ടുള്ള ആ നോവൽ ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വായിക്കണം.
ഈ നോവലിലൂടെയാണ് രാജലക്ഷ്മി അടയാളപ്പെടുത്തപ്പെട്ടത് സാഹിത്യത്തിൽ. അതിനുശേഷമാണ് ഞാനെന്ന ഭാവം വരുന്നത്. അതും ഒരുപാട് വിവാദങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. രാജലക്ഷ്മിക്ക് കുറച്ചു കാലത്തോളം അവർ നിശബ്ദയായി മാറ്റി നിർത്തപ്പെട്ടു. അവർ സ്വയം അതിൻ്റെ ആ നിശബ്ദതയുടെ മൗനത്തിന്റെ ഒരു വലിയ വിങ്ങലിൽ കഴിഞ്ഞു. അതിനുശേഷമാണ് ഉച്ചവെയിലും ഇളം നിലാവും തുടങ്ങുന്നത്. ഉച്ചവെയിലും ഇളം നിലാവും ഒരു പകുതി മുഴുവനും MVയുടെ കയ്യിൽ കൊടുത്ത് MV അത് പബ്ലിഷ് ചെയ്യാമെന്ന് തീരുമാനിച്ച് ഏതാണ്ട് പകുതി പ്രസിദ്ധീകരിച്ച ശേഷമാണ് അത് കയ്യെഴുത്ത് പ്രതി തിരിച്ചു വാങ്ങി മരിക്കലിന്റെ തലേ ദിവസം ഇത് കത്തിക്കുന്നത്. അപ്പോൾ ഒരു എഴുത്തുകാരിയെ നിശബ്ദയാക്കാനായിട്ട് ഇന്നും പുരുഷാധിപത്യ സമൂഹത്തിന് ഒരു മടിയുമില്ല. കാരണം സ്ത്രീയുടെ സർഗാത്മകതയുടെ തീവ്രത പുരുഷനെ ഭയപ്പെടുത്തുന്നത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, സ്പിരിച്വാലിറ്റിയിലും ഇതുണ്ട്, ഭയമുണ്ട്. കാരണം സ്പിരിച്വലി ശക്തരായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർക്ക് ആരെയും ഭയം ഉണ്ടാവില്ല, ഒന്നിനെയും ഭയം ഉണ്ടാവില്ല. കാരണം കേവല ഭൗതികത എന്ന് പറയുന്നത് അവരുടെ ഒരു കൺസേൺ അല്ല. അവർ തീവ്രമായിട്ട് ഈശ്വരനിൽ അർപ്പിച്ച് ജീവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഭയക്കണം. അപ്പോൾ നമ്മള് ചില സന്യാസിനികളുടെ ജീവിതകഥ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർക്ക് ലോകം മുഴുവൻ നിയന്ത്രിക്കാനുള്ള ഒരു ആത്മീയ ശക്തി ലഭിക്കുന്നുണ്ട് അവർക്ക്. ഈ ആത്മീയ ശക്തിയാണ് പുരുഷൻ ഭയപ്പെടുന്നതും ഇവരെ മാറ്റി നിർത്താനായിട്ട് പലതരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള അധികാരമാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഇതിനെ മറികടക്കാനായിട്ട് പല 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 തന്ത്രങ്ങൾ, ഇപ്പൊ ബാലാമണിയമ്മയൊക്കെ ഈ പുരുഷാധിപത്യ പ്രവണതയ്ക്ക് അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അവർക്ക് ഒരിക്കലും ഇത് ബ്രേക്ക് ചെയ്ത് പുറത്തു വരണമെന്ന് തോന്നുന്നില്ല. പക്ഷെ അത്ര അനുഭവങ്ങൾ ബാലാമണിയമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അവർ പുരുഷാധിപത്യത്തിൽ അമർന്നിരുന്നതായിട്ടോ പുരുഷാധിപത്യത്തിന്റെ വേദന അനുഭവിച്ചായിട്ടോ അവിടെ ഒരു രചനകളിലും ഇല്ല. പക്ഷെ മകൾ അങ്ങനെയല്ലല്ലോ. മാധവിക്കുട്ടി വളരെ വ്യത്യസ്തമാണ്. കാരണം ചെറുപ്പം തൊട്ടേ ഒരു വിവേചനം അനുഭവിച്ചത് കൊണ്ടാണ്. മാത്രമല്ല തീവ്രമായിട്ടുള്ള ഭാവനയാണ്. ബാലമണിയമ്മയ്ക്ക് അത്രയും തീവ്രമായിട്ടുള്ള ഭാവന ലോകം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മാധവിക്കുട്ടിക്ക് അങ്ങനെയല്ല. തീവ്രമായ ഭാവന ലോകം, ക്രിയേറ്റീവ് ലോകം, ഭാവനാ ലോകം ഉള്ളത് കൊണ്ടാണ് മാധവിക്കുട്ടി ഇത്ര വൈചിത്രമുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചത്. 1500-ഓളം കഥകൾ. ഒരു കഥ എടുക്കുകയാണെങ്കിൽ അതുമായി ഒരു സാമ്യവും ഇല്ലാത്ത മറ്റൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ മാധവിക്കുട്ടിക്ക് കഴിഞ്ഞതിന് കാരണം ലോക സാഹിത്യവുമായി പരിചയവും തീവ്രമായിട്ടുള്ള അവരുടെ ഭാവനയാണ്. ഈ ക്രിയേറ്റിവിറ്റിയെ ആളുകൾക്ക് ഭയമാണ്. കാരണം ഇവരെന്തിനാ എഴുതുന്നത്? സത്യം എന്ന് പറയുന്നത് തുറന്നു പറയേണ്ടതല്ലല്ലോ എന്നാണ് പൊതുവെ ധാരണ. പക്ഷെ മാധവിക്കുട്ടിക്ക് അത്തരത്തിലുള്ള യാതൊരു കൺസേണും ഇല്ലാതിരുന്നത് കൊണ്ടാണ് മാധവിക്കുട്ടി ഇത്ര അധികം ശ്രദ്ധ നേടിയതും. മരിച്ചു കഴിഞ്ഞ ശേഷം, മരണം വരെ വേട്ടയാടി, മരിച്ചു കഴിഞ്ഞ ശേഷം വേട്ടയാടാനായിട്ട് ഒരുപാട് എഴുത്തുകാരുണ്ടായിരുന്നു. ആ ക്രിയേറ്റിവിറ്റി മനസ്സിലാവാത്തതുകൊണ്ടാണ്. ആ സർഗാത്മകതയുടെ തീവ്രതയും സർഗാത്മകതയുടെ വിപുലമായിട്ടുള്ള ആ ആനന്ദത്തെയും ഒരു തരി പോലും മനസ്സിലാക്കാൻ മലയാളികൾക്ക് കഴിയാതിരുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ലൈംഗിക വിഷയങ്ങളൊക്കെ ഇത്രയും തുറന്നു പറയുന്നത്, ഒരു സ്ത്രീ ഇത് തുറന്നു പറയാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആ സാമ്പ്രദായികമായിട്ടുള്ള ധാരണയിൽ നിന്നുകൊണ്ടാണ് ഓരോ പുരുഷാധിപത്യ ലോകവും മാധവിക്കുട്ടിയെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. ഈ കല്ലേറ്, ഈ ഏറ്, ഈ വേദന ഇവരെല്ലാം സഹിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ നോവലും പുറത്ത് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് എന്ന് പറയുന്നത് വേദനയാണ്. ആ വേദന തന്നെയാണ് ആവിഷ്കാരത്തിലും സംഭവിക്കുന്നത്, ആവിഷ്കാരം കഴിഞ്ഞാലും സംഭവിക്കുന്നത്. ഇത് സത്യം തുറന്നു പറയാൻ പാടില്ല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീ സത്യം തുറന്നു പറയാൻ പാടില്ല. ഇപ്പൊ നീതി, ധർമ്മം, ഇതിനെ കുറിച്ചൊന്നും സ്ത്രീ പറയാൻ പാടില്ല. അവളുടെ നീതി, അവളുടെ ധർമ്മം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ശ്രേയസ്സുള്ളതായിരിക്കണം, പുരുഷന്റെ നിഴലായിരിക്കണം. അതുകൊണ്ടാണ് ഉത്തമമായിട്ടുള്ള സ്ത്രീകൾ രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു നിഴലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ശബ്ദം ഉണ്ടാവില്ല. അവരാണ് ഉത്തമകളായിട്ടുള്ള സ്ത്രീകൾ. അപ്പം രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സീത വളരെ നിശബ്ദയും ഉത്തമ സ്ത്രീകളുടെ ലക്ഷണങ്ങളിൽ പെടുന്ന, അല്ലെങ്കിൽ ഉത്തമ സ്ത്രീകൾ ഇങ്ങനെ ആകണം എന്നുള്ള ലക്ഷണത്തിൽ വരച്ചു വെച്ചിട്ടുള്ള സ്ത്രീ കഥാപാത്രമാണ് സീത എന്ന് പറയുന്നത്. അപ്പം പക്ഷെ ശബരി കുറച്ചുകൂടി മാർഗദർശി എന്ന രീതിയിൽ അതൊരു അമ്മ ഭക്തനാണ്. അതേസമയം ഒരു അമ്മയുടെ സങ്കല്പം, അല്ലെങ്കിൽ അമ്മയുടെ ഒരു രൂപം അവിടെ ഉണ്ട്. വാർദ്ധക്യത്തിലെത്തിയ ഭക്തയാണ് അവർ. അടുത്ത ഘട്ടം, സീതാന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തെ കുറിച്ച് ശ്രീരാമനോടും ലക്ഷ്മണനോടും ഇനി എന്ത് വേണം എന്നുള്ളത്, സുഗ്രീവനെ കാണണം, ഹനുമാനുമായി പരിചയപ്പെടണം എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന മാർഗദർശനം
അമ്മയാണ് അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ഒരു സ്ത്രീ അങ്ങനെ ചെയ്യാം. അല്ലാതെ മറ്റൊരു തരത്തിലും സ്ത്രീയുടെ ഒരു ഒരു ചെറിയൊരു ഐഡന്റിറ്റി പോലും, ശബ്ദം എന്ന് പറയുന്ന ഐഡന്റിറ്റിയാണ്, വ്യക്തിത്വമാണ്, വ്യക്തിത്വത്തിന്റെ അടയാളമാണ് ശബ്ദവും വാക്കും. ഈ ശബ്ദവും വാക്കും സ്വയം ചിന്തയില്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ചിന്തയോ ഒരു ഞാൻ ആരാണെന്നുള്ളൊരു ചിന്തയോ ഒന്നും ഇല്ലാത്ത സ്ത്രീകളാണ് നിശബ്ദരായിട്ട് പുറകെ നിൽക്കുക, ഒരു നിഴല് പോലെ നിൽക്കുക. നിഴല് പോലെ നിന്നാൽ എളുപ്പമുണ്ട്, രൂപം മുന്നിൽ നിൽക്കുന്ന രൂപത്തിൽ തെളിഞ്ഞ് നിൽക്കാം, കാരണം നിഴല് കൂടെ ഉണ്ടല്ലോ, നിഴലൊപ്പം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ശബ്ദത്തിന് അല്ലെങ്കിൽ ആ രൂപത്തിന് ശബ്ദം ഉണ്ടാകുന്നു, ആ രൂപത്തിന് വളരെയധികം മിഴിവുണ്ടാകുന്നു. ഈ മിഴിവിന് കാരണം നിഴലാണെന്നുള്ളത് എവിടെയും രേഖപ്പെടുത്തപ്പെടില്ല. പക്ഷെ ഞാൻ നിഴല് പോലെ നിൽക്കണോ, എനിക്ക് ശബ്ദമായിക്കൂടെ എന്നൊക്കെ സ്വന്തമായിട്ട് ചിന്ത ഉള്ള അല്ലെങ്കിൽ ഞാൻ ആര് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അനുഭവിച്ച് അതിനൊരു ഉത്തരം സ്വയം കണ്ടെത്തുന്ന സ്ത്രീകൾക്ക് മാത്രമാണ് നിലനിൽപ്പുള്ളത്. അവൾക്ക് മാത്രമാണ് അടയാളപ്പെടുത്തലുകൾ ഉണ്ടാവുള്ളൂ. അത് അക്ഷരമാണെങ്കിലും ശരി, വർണ്ണമാണെങ്കിലും ശരി, പിന്നെ സംഗീതമാണെങ്കിലും ശരി. ഇപ്പൊ ഞാൻ ജീവിക്കുന്നു, ഞാൻ ജീവിച്ച് നാളെ ഇവിടുന്ന് കടന്നു പോകുന്നു, ഞാൻ ഇവിടുന്ന് മറഞ്ഞു പോകുന്നു. ഈ മറഞ്ഞു പോകുന്നതിന് മുൻപ് ഞാൻ എന്താണ് ഈ ഭൂമിയിൽ കൊടുത്തത്? ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഗിവ്, എന്താണ് നമ്മൾ കൊടുക്കുന്നത്, എന്താണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ ആയുസ് വളരെ കുറവാണെന്നും ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്കിവിടെ ചെയ്യാനുണ്ടെന്നും അതിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കണമെന്നും ചിന്തിക്കുന്നവർക്കാണ് ആശയങ്ങൾ ഉണ്ടാകുന്നത്, പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ മക്കളുടെയോ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെയോ നിഴലിൽ നിൽക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും അവർക്ക് വേണ്ടി ജീവിച്ച ഒരു ദിവസം മരിച്ചു പോകുമ്പോൾ പടമായിട്ട് ചുമലിരിക്കുകയോ ചെയ്യും. അല്ലാതെ അടയാളങ്ങൾ വേണം, ഞാൻ ഇവിടെ ജീവിച്ചതിൻ്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ മക്കളല്ല, എൻ്റെ ഭർത്താവ് എന്നെ ഓർത്തുകൊണ്ടേ ഈ ആയുസ് അദ്ദേഹം ഇവിടുന്ന് പോകുന്നത് വരെ, ആയുസ് തീരുന്ന വരെ എന്നെ ഓർത്തുകൊണ്ടിരിക്കുമെന്ന് ഒരു വിധിയായിട്ടുള്ള സ്ത്രീ മാത്രമേ വിചാരിക്കുകയുള്ളൂ. അത് തൻ്റേതായിട്ടുള്ള കർമ്മങ്ങളിലൂടെ ഇവിടെ അടയാളപ്പെടുത്തൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ തീർച്ചയായും എഴുതുകയും വായിക്കുകയും തൻ്റേതായ ഇടങ്ങൾ പോരാടി നേടുകയും ചെയ്യും. കാരണം ആരും ഒന്നും കൊണ്ടുതരില്ലല്ലോ. ഇപ്പൊ സാഹിത്യത്തിൽ നിങ്ങൾ ഏത് സാഹിത്യകാരിയെ വേണമെങ്കിലും എടുത്തോളൂ, ഒരു പോരാട്ടത്തിന്റെ വിജയമല്ലാതെ ഒരു എഴുത്തും പൂർണ്ണമാവില്ല. പോരാട്ടമാണ് വിജയം. കാരണം പോരാടാത്തവർക്ക് വിജയം ഉണ്ടാവില്ല, അവർക്ക് ജയത്തിന്റെ അടുത്ത് പോലും നിൽക്കാനുള്ള കെൽപ്പില്ല. അപ്പൊ പോരാടി നേടുന്നതാണ് സാഹിത്യത്തിലെ ആണെങ്കിലും സംഗീതത്തിലെ ആണെങ്കിലും കലയിലെ ആണെങ്കിലും വിജയം. ഇനിയിപ്പോ സിനിമയിൽ നിങ്ങൾ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും ശബ്ദം, നിശബ്ദം, ഈ രണ്ട് കാറ്റഗറിയിലുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ശബ്ദിക്കുക എന്ന് പറയുന്നത് നിശബ്ദയാക്കപ്പെടേണ്ടവൾ എന്ന സങ്കല്പത്തിൽ നിന്ന് പുറത്തു വന്ന സ്ത്രീ മാത്രമാണ് ശബ്ദിക്കുള്ളൂ. ഞാൻ നിശബ്ദയാക്കപ്പെടേണ്ടവളല്ല എന്ന് ഉൾക്കരുത്തുള്ള സ്ത്രീകൾ മാത്രമേ തിരിച്ചറിയുള്ളൂ. ആ കഥാപാത്രങ്ങളാണ് നമ്മുടെ സാഹിത്യത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ. അവരെ സൃഷ്ടിക്കാനായിട്ട് ഇപ്പൊ കെ ആർ മീരയുടെ കഥാപാത്രങ്ങൾ, അവരെ സൃഷ്ടിക്കാനായിട്ട് അവർ നടത്തുന്ന ചില യാത്രകളൊക്കെ ഉണ്ട്. അവരുടെ അനുഭവങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി അതിനെ ആവിഷ്കരിച്ച് അതിൻ്റെതായിട്ടുള്ള ചിന്താ പദ്ധതികൾ രൂപപ്പെടുത്തി ഏകാന്തമായിട്ട് ധ്യാനിച്ചുമാണ് ഒരു എഴുത്ത് സംഭവിക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു മാന്ത്രിക മഴവില്ല് വീശിയാലൊന്നും എഴുത്ത് സംഭവിക്കില്ല. ഈ മഴവില്ലിന്റെ വായിച്ചു കഴിഞ്ഞാൽ മഴവില്ല് തോന്നുന്നതിന് പിന്നില് കണ്ണീരും ചിരിയും സമാസമമായിട്ട് മനസ്സിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. ഈ മനസ്സിനകത്തെ കണ്ണീരിലും ചിരിയിൽ നിന്നുമാണ് വായനക്കാർക്ക് ഒരു മഴവില്ലായിട്ടൊരു പുസ്തകം പുറത്തേക്ക് വരുന്നത്. ഈ പുസ്തകം എന്ന് പറയുന്നത് പോരാട്ടത്തിന്റെ വിജയമാണ്. പോരാട്ടം അവളുടെ ഉള്ളിലാണ്. എത്രത്തോളം പോരാടണം, എന്തിനോടാണ് പോരാടേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് എഴുത്ത് എന്ന സർഗാത്മകത ഓരോ സ്ത്രീകളുടെ ഉള്ളിലും തീപ്പൊരി പോലെ ചൊലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവരിലും സംഭവിക്കുന്ന ഒന്നല്ല. ചിലർക്കൊക്കെ ഒരു എഴുത്ത് എന്ന് പറയുന്നത് വളരെ ലാഘവത്തോടു കൂടി കാണുന്ന ഒന്നാണ്. എഴുത്ത് പുസ്തകം വായിക്കുന്നു, എഴുതുന്നു, അവളെ കുറിച്ച് ചിന്തിക്കുന്നു, അത് അവിടെ അടച്ചു വയ്ക്കുന്നു, വീടിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പുറമേക്കൊന്നും അതത്ര പ്രകടമാവില്ല. പക്ഷെ കൂടുതൽ ശക്തമായിട്ട് പ്രകടമാകുന്നത് തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളിൽ വരുമ്പോൾ മാത്രമാണ്. അല്ലാത്തവർ എത്രയോ സ്ത്രീകൾ, ഇപ്പോൾ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉദാഹരണമായിട്ട് എത്ര സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്.
അത് അവളുടെ യാത്ര എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവളുടെ യാത്ര ഉണ്ടെങ്കിൽ കുടുംബനാഥൻ നിശ്ചയിക്കുന്നു, മക്കൾ നിശ്ചയിക്കുന്നു, അവൾ സഹയാത്രിക മാത്രമേ ആവുന്നുള്ളൂ. ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഒരു ലക്ഷ്യമില്ലാതെ ഒന്നിനും അല്ലാതെ ഒറ്റയ്ക്ക് ഒരു യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൾ പോരാടിക്കൊണ്ടിരിക്കുന്നു, അവൾ സ്വയം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള യാത്രകളിലൂടെയാണ് സ്വയം തിരിച്ചറിയാനും ഞാൻ നിശബ്ദയാക്കപ്പെടേണ്ടവളല്ല എന്നുള്ള ബോധ്യം വരുന്നത് ഇത്തരത്തിലുള്ള യാത്രകളിലൂടെയാണ്. ഇപ്പൊ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ നിശബ്ദയാക്കപ്പെടേണ്ടവളല്ല ഒരു സ്ത്രീ എന്ന് സ്വയം ബോധ്യമുള്ള ഒരു സ്ത്രീക്ക് തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്തിറങ്ങാം. അത് നമ്മുടെ സമൂഹം സമ്മതിക്കുമോ അല്ലെങ്കിൽ സമ്മതിക്കുമോ, അല്ലെങ്കിൽ അവർ എങ്ങനെ കാണുന്നു, അവരതിനെ എങ്ങനെ കാണുന്നു, അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ വേറെ വിഷയം, അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ ഒരു പുരുഷൻ ബൈക്ക് എടുത്ത് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് പോകാം. ഒരു ആൺകുട്ടിക്ക് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ലക്ഷ്യമൊന്നുമില്ലാതെ ഞാനിപ്പോൾ വരാം എന്നുള്ള സൈക്കിൾ എടുത്ത് പോകാം. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറ്റും. എത്ര സ്ത്രീകൾക്ക് ഒരു കൗമാര പ്രായത്തിലെത്തിയ ഒരു കുട്ടി, ടീനേജറായിട്ടുള്ള ഒരു പെൺകുട്ടി പറയുന്നത് അമ്മ ഞാനിപ്പോൾ വരാം, ഞാൻ സൈക്കിൾ എടുത്തിട്ട് അവിടെ പോകുന്നു, അങ്ങനെ എത്രത്തോളം പറ്റും? അപ്പം ഇതുപോലെ ഒരു സ്ത്രീക്കോ പുരുഷനും തുല്യമായിട്ടുള്ള ഒരു സമത്വത്തോടു കൂടിയിട്ടുള്ള സ്നേഹവും പരിഗണനയും പരിലാളനയും സ്വാതന്ത്ര്യവും ലഭിക്കുമ്പോഴാണ് ഈ പോരാട്ടം എന്ന് പറയുന്നത് വളരെ അതിന്റെ തീവ്രത കുറഞ്ഞു വരും. അതല്ല, വിവേചനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് പോരാട്ടം തീവ്രമായിരിക്കും. അവൾ അതിജീവിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സ്ത്രീയും അതിജീവിതയാണ്. നിങ്ങളുടെ മുന്നിൽ എഴുത്തുമായിട്ട് വരുന്ന ഓരോ സ്ത്രീയും, ഒരു പുസ്തകവുമായിട്ട് വരുന്ന ഓരോ സ്ത്രീയും അതിജീവിതകളുടെ ഭാഗമാണ്. അവർ ഒരുപാട് അജണ്ടകളിലൂടെയും രാഷ്ട്രീയ പ്രതിരോധങ്ങളിലൂടെയും കടന്നു പോകുന്നതാണ്. അതിനെക്കുറിച്ച് അവൾ എഴുതുമ്പോൾ അവൾ മാറ്റി നിർത്തപ്പെടാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അവസ്ഥകളിലും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് എഴുതുന്നത്. അല്ലാതെ ഒരു സ്ത്രീ ഒരു സുപ്രഭാതത്തിൽ തനിക്ക് ഇഷ്ടമുള്ളത് എഴുതട്ടെ, ഞാൻ ഇനി ഇന്ന രീതിയിൽ എഴുതട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരെയും ടാർഗറ്റ് ചെയ്തിട്ടെന്നുള്ള എഴുതുന്നത്. തൻ്റെ ഉള്ളിലുള്ള അനുഭവത്തെ അവൾ സ്വതന്ത്രമായിട്ട് ആവിഷ്കരിക്കുകയും ചെയ്യുന്നത്. അത് പുരുഷനും സ്ത്രീക്കും ഒരേപോലെയാണ്, തുല്യമായിട്ടുള്ള സർഗാത്മകത എന്ന് പറയുന്നത്. അത് പുരുഷൻ എങ്ങനെയാണോ എഴുതുന്നത് ഒരുപക്ഷെ അതിനേക്കാളും തീവ്രമായ മനോവേദനയാണ് സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം അവൾക്കൊന്ന് എഴുതാനിരിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെർജിനിയ അവൾക്ക് പറഞ്ഞ പോലെ റൂം ഓഫ് വൺ സോൺ എന്ന് പറയുന്ന ഒരു ഇടം ഉണ്ടാകണം. എത്ര കുടുംബങ്ങളിൽ അങ്ങനെ ഒരു ഇടം ഉണ്ടാകുന്നുണ്ട്. ഒരു എഴുത്ത് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന ഒരു പെൺകുട്ടീനെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കലയോട് ഇഷ്ടമുള്ളൊരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അവൾക്ക് തൻ്റെ വീട്ടിൽ അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഒരു സ്വന്തം മുറി കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ മനസ്സ് എത്ര പുരുഷന്മാർക്കുണ്ടായിരിക്കും. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ പോരാടി എടുക്കുകയാണ് ചെയ്തത്. ഇത് ബെഡ്റൂം അല്ല എൻ്റെ റൂം. എൻ്റെ മുറി എന്ന് പറയുന്നത് എൻ്റെ പുസ്തകങ്ങളും എൻ്റെ എഴുത്തും എൻ്റെ വായനയും എൻ്റെ ചിന്തയും എൻ്റെ ആനന്ദവും ഒക്കെ ഉണ്ടാകേണ്ട ഇടം എന്ന് പറയുന്നത് ആണ് എൻ്റെ മുറി. അത് ഉണ്ടാക്കിയെടുക്കുക ചെയ്യണം. അത് പോരാട്ടത്തിലൂടെ ഉണ്ടാകുന്നതാണ്. അത് സ്വന്തമായിട്ട് ഉണ്ടാവുകയൊന്നുമില്ല, അത് ആരും തരൂല്ല. അപ്പോൾ പുരുഷാധിപത്യ പ്രവണതയിൽ സ്ത്രീ നേടുന്ന നേട്ടങ്ങളെല്ലാം തന്നെ പോരാട്ടത്തിലൂടെ മാത്രം സംഭവിക്കുന്നതാണ്. പോരാടാനുള്ള ശക്തി എന്ന് പറയുന്നത് അത് സാധാരണ മനക്കരുത്ത് പോരാ. അത് വിധിയെ വെല്ലുവിളിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കണം, ക്രൂരമായ വാക്കുകളെ വെല്ലുവിളിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കണം, വേദനകളെ അടിച്ചമർത്താനും ആ വേദനകളോട് പ്രതികരിക്കാനുള്ള ശക്തി എന്നൊക്കെയാണ് ഈ ധൈര്യം അല്ലെങ്കിൽ ഒരു ശക്തി ബലമൊക്കെ ഉണ്ടാകുന്നത്. കാലുകൾ മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം കാലുകൾക്കല്ല ബലം വേണ്ടത്, മനസ്സിനാണ് ബലം വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾക്ക് എത്രയോ ക്രൂരമായ അല്ലെങ്കിൽ അവഗണനകളോ ഒക്കെ വാക്കുകളോ ഒക്കെ കേട്ടിട്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിൽ അറിയാം, എത്ര കാലം വേണമെങ്കിൽ നമുക്ക് കിടക്കാം, അതിലൊന്നും ആരും ഇടപെടില്ല. പക്ഷെ നമ്മൾ അങ്ങനെ കിടക്കേണ്ടവരല്ല. സാഹിത്യത്തിലാണെങ്കിലും ദൈനംദിന ജീവിതത്തിലാണെങ്കിലും പൊതു ഇടത്താണെങ്കിലും ഇനി ജോലി സ്ഥലത്താണെങ്കിലും എത്ര വിവേചനങ്ങളാണ് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത്. എത്ര വിവേചനങ്ങളാണ്. അത് പുരുഷനൊരു നിയമം, സ്ത്രീക്കൊരു നിയമം, ഇങ്ങനെ ഒരുപാട് വിവേചനങ്ങൾ നേരിടേണ്ടതുണ്ട്. പോരാടുക എന്ന് പറയുന്നത് തല്ലൂട്ടല്ല, പക്ഷെ പോരാടുക എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ എനിക്ക് ഏൽക്കേണ്ടി വരുന്ന അനീതിക്കെതിരെ ശബ്ദിക്കലാണ്. അവിടെയാണ് ഈ നിശബ്ദത എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യപ്പെടുകയും ശക്തയായൊരു സ്ത്രീ ജനിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ശക്തയായിട്ടുള്ള
അങ്ങനെയുള്ള സ്ത്രീ ജനിക്കാനായിട്ടുള്ള അന്തരീക്ഷം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.